പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോയിൽ കാണുന്ന വ്യക്തി ആരെന്നറിയോ? കാലി. ഈ കാലി എന്ന് പറയുന്ന ഈ സഹോദരൻ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ആ ചില വീഡിയോകൾ കാണുമ്പോൾ ഇല്ലേ നോക്കിപ്പോകും മൂപ്പര വാക്കുകൾ. ചില സമയത്ത് ഇസ്ലാമിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ചില സമയത്ത് അവരെ മതത്തിൽപ്പെട്ടവരെന്നെ പറയുന്നുണ്ട്. വാക്കുകൾ ശരിക്കും സത്യമാണ്. ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, അത് മുസ്ലിങ്ങളായ നമ്മൾ ഓരോരാളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സംഭവം എവിടെയും നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവര് മുസ്ലിം എന്ന് പേര് പറയാനുള്ള അർഹത അവർക്ക് ഇല്ല, ഒരിക്കലും ഇല്ല. ഇസ്ലാമിൽ ഒരിക്കലും അങ്ങനെ കൽപ്പിക്കുന്നില്ല. എന്താണ് പറയുന്നത് കേൾക്കോ? തമിഴ്നാട്ടിലല്ലേ, ഞാൻ പറയുന്നില്ല, നമ്മുടെ കാലിയന് ആ സഹോദരൻ പറയുന്ന ആ വീഡിയോ ഇട്ടതാണ് ഇപ്പൊ ഞാൻ കണ്ടത്. ആ വീഡിയോ നിങ്ങളൊന്ന് കേൾക്കട്ടെ, എന്താണ് പറയുന്നത് നോക്കിയോ നിങ്ങള്. ഫാൻ അഴിച്ചു വെച്ചിട്ട് സുന നോക്കിയിട്ട് വെടിവെച്ച് കൊന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പേര് നോക്കി കയ്യിലെ കെട്ട് നോക്കിക്കൊണ്ട് ഭക്ഷണം കൊടുക്കാതെ വിടുന്നത് തമിഴ്നാട്ടിലാണ്. ഈദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടില്ലേ? പാന്റ് അഴിച്ചിട്ട് സുന നോക്കിയിട്ട് ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കയ്യിലെ ചരട് കണ്ടിട്ട് ഭക്ഷണം കൊടുക്കാത്തത്, അത് ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അറിഞ്ഞത്. എവിടെ സംഭവം? തമിഴ്നാട്ടില്. എന്ത് മായിരം മാറില്ല അവരെല്ലാം. പ്രോഗ്രാമാണ്. പല ആളുകൾക്കും ഡിസ്ട്രിക്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ലെറ്ററുമായിട്ട് പല ആളുകളും വരുന്നു. പക്ഷേ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഇസ്ലാമികരായിട്ടുള്ള ആളുകൾ മാത്രം കയറി വന്നാൽ മതി, ഇത് ഈദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാമാണ്, അല്ലാത്തവർ ദയവ് ചെയ്ത് പോകണമെന്ന് ഒരാൾ ഉളുപ്പില്ലാണ്ട് വിളിച്ചു പറയുന്നൊരു കാഴ്ച ഒന്ന് കാണാം. അവിടെ ഒരു തൊപ്പി വെച്ചാൽ വിളിച്ച് പറയുന്നുണ്ടാ, ഇത് നോമ്പ് തുറക്കുന്ന വിഷയം ഇസ്ലാമികൾ സഹോദരങ്ങൾ മാത്രമായിട്ട് വരുമെന്ന്. എന്ത് ഭക്ഷണത്തിന്? പിന്നെ എന്തിനോടോ നീയെല്ലാം നോമ്പ് നോക്കുന്നേ? നോമ്പ് നോറ്റ കൂലി കിട്ടണമെങ്കിലുണ്ടല്ലോ പാവപ്പെട്ടവരെ സഹായിക്കണമാണ്. കാലി പട്ടിണി കിടന്നാ പോരാ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വയറ് നിറച്ച് കഴിക്കുമ്പോ ഇല്ലേ അടുത്തുള്ളവന് പട്ടിണിയാണെന്ന് നോക്കിയിട്ട് അവർക്കും കൊടുക്കണം ഭക്ഷണം. അത് കൊടുക്കാതെ നമ്മൾ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുസ്ലിമിന് മാത്രമുള്ളതല്ല, ആ അയൽവാസി മുസ്ലിം മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. ഏതാളാണെങ്കിലും അവർക്കും കൊടുക്കണം. അല്ലാണ്ട് നീ മാത്രം കഴിച്ചിട്ടില്ലേ വേറെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പെട്ടതിലാന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് മുസ്ലിമാണോ നീ? തമിഴ്നാട്ടില് പല ന്യായങ്ങളും വരാൻ സാധ്യതയുണ്ട്. അത് ഏത് തന്നെ ആയാലും എന്ത് തന്നെ ആയാലും ചിലവാവില്ല എന്നുള്ളതാണ്. കാലിച്ചേട്ടാ, ഇതിൽ ന്യായം വരേണ്ട ഒരു ആവശ്യമില്ല. മുസ്ലിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് പിന്നെ എന്ത് മതസൗഹാർദ്ദം വിട്. ഇത് മുസ്ലിങ്ങൾ ഒരിക്കലും മുസ്ലിമായ മനുഷ്യന് ചെയ്യില്ല. ഇതെല്ലാം ഇവരെല്ലാം മുസ്ലിങ്ങളൊന്നും പറയാനുള്ള എന്ത് ഞാൻ പറയുന്നില്ല. കാലിച്ചേട്ടന്റെ വാക്കുകളെല്ലാം കേൾക്കുങ്ങളൊന്ന്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കുറെ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളിവിടെ എന്നും കൊണ്ടും കൊടുത്തും ജീവിച്ചവരാണ്. ഒരു വിഷുവോ ഓണവോ ഉണ്ടെങ്കിൽ അങ്ങോട്ടും, ഒരു പെരുന്നാളുണ്ടെങ്കിൽ ഇങ്ങോട്ടും, ഒരു ക്രിസ്തുമസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും, അല്ലേ? ഓണം വിഷു ആകുമ്പോൾ ക്രിസ്തു ആളുകൾ ഇങ്ങോട്ടും, ഇങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ആസ്വദിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റ് മതക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഹൈന്ദവന്റെ പ്രോഗ്രാമിന് മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, മുസ്ലിമിന്റെ പ്രോഗ്രാമിന് ഹിന്ദുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് കൊടുക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യന്റെ പ്രോഗ്രാമിന് മറ്റു മതക്കാർക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഉത്സാഹമാണ് നമുക്ക്. തീർച്ചയായിട്ടും ചേട്ടാ, ഈ ഒരു കാര്യത്തിൽ നമ്മളെ കേരളക്കാരുണ്ടല്ലോ, ഹിന്ദുവാണെങ്കിലും എല്ലാവരും ഭക്ഷണം കൊടുക്കാനില്ലേ അത്രത്തോളം നമ്മൾക്കൊരു ഉത്സാഹം. അത് എന്ത് പറയാൻ വാക്കുകളില്ല. അങ്ങനെയാണ് നമ്മൾ കേരളക്കാർ കഴിയുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ നീ തമിഴ്നാട്ടിൽ എന്താ പറഞ്ഞ, ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. എന്താ പറയാ,
ആഘോഷങ്ങളും 10-50 പേർക്കൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നതും, പെരുന്നാളിനായാലും ഈ പറഞ്ഞ ക്രിസ്മസിനായാലും എല്ലാവരും ആഘോഷിക്കുന്നതിൻ്റെ കാര്യം ആ ഒരു സന്തോഷമാണ്. മറ്റുള്ളവർ വയറ് നിറച്ച് കഴിച്ച് ആ ആഘോഷത്തിൽ പങ്കെടുത്ത് പോകുന്നത് ഒരു ഊറ്റാണ് നമുക്കല്ലേ, ഒരു ഊറ്റാണ്. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയല്ല. നമ്മളൊക്കെ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ എന്താ പറയാ, ഇതുപോലത്തെ ആഘോഷങ്ങൾ നടത്താറുണ്ട്, അന്യമതസ്ഥരായിട്ടുള്ള ആളുകളുടെ ആഘോഷങ്ങൾ നടത്താറുണ്ട്, അതിലോട്ട് ആളുകളെ വിളിക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ ഇതുപോലത്തെ വാർത്തകളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ എടുത്ത് പൊട്ടക്കണത്തിലിടാൻ തോന്നുന്നു ഇല്ലേ? ഇതുപോലത്തെ എന്ന് മാത്രം പറഞ്ഞ ഇതുപോലത്തെ വൃത്തികെട്ട സ്വഭാവം കാണുമ്പോൾ പൊട്ടക്കണത്തിലല്ല ഇടേണ്ടത് കാലിച്ചേട്ടാ, പൊട്ടക്കണത്തിലല്ല. ഇവരെല്ലാം എന്ത് ചെയ്യണമെന്നല്ല. എന്നിട്ട് ആ തൊപ്പിയെല്ലാം വെച്ചിട്ട് പള്ളിയില്ല എന്ത് ഇടയുള്ള പരിപാടി നടക്കുന്നത്. മുസ്ലിമാണ് പോലും, മുസ്ലിം. തമിഴ്നാട് അല്ലെങ്കിലും ഞാൻ പറയാം, നമ്മൾ ഇടപഴകി ജീവിക്കുമ്പോഴാണ് സ്നേഹങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിം ഏരിയ മാത്രമാണെങ്കിൽ അവർക്ക് മറ്റു മതക്കാരോട് ഒരു സഹതാപമോ സ്നേഹമോ ഉണ്ടാവില്ല. അത് ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവര് മിക്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണ്? ഇവിടെ ഒരു ഹിന്ദു വീട്, ഇവിടെ മുസ്ലിം വീട്, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ക്രിസ്ത്യൻ്റെ വീടായിരിക്കും. ഇനി അതൊന്നും ഇല്ലെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു ഉണ്ടാവും. ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ഇങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കാറില്ല. നമുക്കിടയിൽ വേർതിരിവില്ലാതിരിക്കുന്നതിന്റെ കാരണം അതാണ്, ഈ മിക്സ് ആയിക്കൊണ്ട് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ്. ഈ തമിഴ്നാട്ടിലായിക്കോട്ടെ, ഇനി മറ്റുള്ള കർണാടക ആയിക്കോട്ടെ, ഈ കേരളം വിട്ട എല്ലാ സ്ഥലങ്ങളിലും ഓരോ ഗല്ലികളാണ്. മുസ്ലിമിൻ്റെ ഒരു ഗല്ലി, ഹിന്ദുവിൻ്റെ ഒരു ഗല്ലി, ക്രിസ്ത്യാനിക്ക് ഒരു ഗല്ലി. അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇവർക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്തതും ഇതുപോലെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണങ്ങൾ നടത്തുന്നത്. നമ്മളെ കേരളത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഹിന്ദുവിന്റെ പ്രോഗ്രാമിന് മുസ്ലിമിനെ പറഞ്ഞയച്ചെന്നോ, ഒരു മുസ്ലിമിന്റെ പ്രോഗ്രാമിന് ഹിന്ദുവിനെ പറഞ്ഞയച്ചെന്നോ, ക്രിസ്ത്യന്റെ പ്രോഗ്രാമിന് ഈ രണ്ടു കൂട്ടരെ പറഞ്ഞയച്ചെന്നോ? നമ്മൾ എവിടെയും കേൾക്കൂല. കാരണം എന്താണ്? നമുക്കത് പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ നേരെ നോക്കുന്നത് എൻ്റെ താത്താൻ്റെ മുഖത്തേക്കാണ്, താത്ത ഇവിടുന്ന് ഏറ്റു നോക്കുന്നത് എൻ്റെ മുഖത്തേക്കാണ്. അപ്പൊ ഞങ്ങൾക്ക് തമ്മിൽ എന്താണ് പ്രശ്നം? ഞങ്ങൾക്കൊന്നുമില്ല. അവിടെ പെരുന്നാളിനെങ്കിൽ അതിന് ചോറ് ഇവിടെ ഉണ്ടാവും. ഇന്നും കൂടി ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ, അത് വേറെ കാര്യം. അവിടുന്ന് മാത്രമല്ല, ഈ ചുറ്റുള്ള വീട്ടിൽ നിന്നൊക്കെ ഒരു വിഷു ആകുമ്പോൾ അതേപോലെയാണ്, ആ വീടൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ പരസ്പരം പോരാടാനോ പറ്റൂല. മനസ്സിലായോ? അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാ, ഒരു സമൂഹം മാത്രം ഒരിടത്ത്. അങ്ങനെ ആകുമ്പോൾ മറ്റു മതക്കാരായിട്ട് ഇവർക്ക് മിങ്കിൾ ചെയ്യാനും പറ്റൂല, അവരുടെ വിശ്വാസങ്ങൾ ഇവർക്ക് ബഹുമാനിക്കാൻ പറ്റൂല. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചേട്ടാ ബഹുമാനിക്കാൻ ഇതൊന്നും പറ്റാത്തത് കൊണ്ടല്ല, അവര് ചെയ്യാത്തത് കൊണ്ട്. ഇസ്ലാമില് ഞാൻ മുസ്ലിങ്ങളില് പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ള മതസ്ഥരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ ചെറിയൊരു വാക്ക് പറഞ്ഞില്ലേ ചേട്ടാ, എന്താണ് ഞങ്ങളുടെ നബി പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക്, നമ്മളെ വീട്ടിൽ വയറ് നിറച്ച് കിടക്കുമ്പോൾ നമ്മളെ അയൽവാസികളെ നോക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാന്ന് പഠിപ്പിച്ചു. ഇത് അതുകൊണ്ടല്ല ചേട്ടാ, ഇവർക്ക് എന്താ ഇതിനെ പറയുന്നത്, ഒരു വക പിരാന്ത് തന്നെ പറയാ, പിരാന്ത്. കുറച്ച് നേരത്തെ വേറൊരു വീഡിയോ ഞാൻ കാണാനായി. ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞതാണ്. ഗൾഫില് മുസ്ലിങ്ങളുടെ ഇടയിൽ വേറൊരു മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ താമസിക്കുന്നു. ആ സഹോദരന് പെരുന്നാളിൻ്റെ എന്ന അടുത്ത ഒരു സുഹൃത്ത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട്, അല്ല പെരുന്നാൾക്ക് ഇടാനും വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നുള്ളത്. ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ ചേട്ടാ, നമ്മുടെ കേരളമല്ലേ, നമ്മൾ എത്രത്തോളം എന്താ ഇതിനെ പറയാനുള്ളത്? ഇവർക്കെല്ലാം ഇല്ലേ പിരാന്ത്. ഇതിനെല്ലാം ഇത് പഠിക്കണല്ലോ. ഇതെല്ലാം മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നോമ്പെല്ലാം നോക്കിയിട്ട് ഇവന് എന്ത് കാര്യമല്ലേ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ചേട്ടാ, ഈ ഒരു വീഡിയോ കാണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കണ്ടിട്ടെങ്കും ഇങ്ങനെയുള്ള നാറികൾ പഠിക്കട്ടെ, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് സല്യൂട്ട് ചേട്ടാ, ബിഗ് സല്യൂട്ട്. എൻ്റെ വീഡിയോ ചിലപ്പോൾ 1-2 ആളെ കാണുന്നതായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു വാക്ക് എനിക്ക് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ആക്കുന്നുള്ളത്.